ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇയാൾക്ക് എന്താണ് വയ്യേ? വെൽക്കം. ഹലോ ഹലോ. പറയൂ നസ്രിയ, ഒരു എനർജിയുടെ സീക്രട്ട്. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് കേട്ടാ. നീ ഒന്ന് മാറിപ്പോയാണെന്ന്. സ്റ്റാർട്ടിങ് തന്നെ മോശമാണെന്ന് ചോദിച്ചേ. വേണ്ടായിരുന്നു, ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഇവിടെ വന്നിരുന്നപ്പോഴേ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂ ചെളിയിലൊക്കെ ഉരുണ്ടിട്ട് വന്നാണ്ടില്ലേ, ടൈം കിട്ടിയില്ല പുള്ളി കഴുകാൻ. നീ ഇപ്പൊ ചളി പറഞ്ഞത് തെറിച്ചതാ. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ വിട്ടിട്ടുള്ള ചളി അതൊക്കെ. ഇതിന്റെ എനർജിയുടെ രഹസ്യം ബൂസ്റ്റ് ചെയ്ത എന്നൊക്കെ പറയുന്നത്. എടാ ലാലു, നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അത് നീ താങ്ങില്ല. പേരെന്തായിരുന്നു വയസ്സിൽ? ബസ് കണ്ടക്ടർ ലുക്കുന്ന പുള്ളി പറഞ്ഞു. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീി നോയിക്കോ. ഇനി മൂവീസ് ഒക്കെ ഡയറക്ഷനിലേക്കൊക്കെ ഇനി വരാൻ നേരത്ത് സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഓക്കെ, പിന്നെ അവൻ തന്നെ ക്യാൻസൽ ചെയ്തു. കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള നെക്സ്റ്റ് ഒരു കുട്ടി ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേട്ട് നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. കൊള്ളാലോ കളി, അടുത്ത പോരട്ടെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിലേട്ടനോടാണ്. അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കേറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ഓക്കെ, ഒരു നടി ആയിട്ടാണോ അതൊരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ. എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എങ്ങനെയാണ് ഈ കരയാതെ പിടിച്ചിരിക്കുന്നത് നമുക്കിടയിൽ? ഞാൻ പോയി വരട്ടെ മക്കളെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ.